വേണ്ട അവരൊക്കെ അറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസം 3 L's of Empowerment പഠിച്ചു. 3 L'കൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. എഴുതിയ ആളിന്റെ പേരും പറഞ്ഞു. ആരായിരുന്നു? ക്രിസ്ത്യൻ ലെഗാർഡാണ് എഴുതിയത്. അപ്പം നമ്മൾ അതിനെപ്പറ്റി വിശദമായിട്ടെല്ലാം പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഒരു പോയമാണ്. എനി വുമൺ എന്നാണ് ആ പോയത്തിന്റെ പേര്. ആ പോയം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. യൂട്യൂബ് ക്ലാസ് ഞാൻ വരിയായിട്ട് ഇട്ടിട്ടുണ്ട്. യൂട്യൂബ് ക്ലാസ് നോക്കിയിട്ട് അടുത്ത ദിവസം നിങ്ങൾക്ക് അത് എടുക്കണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് തരാം കേട്ടോ. ഇപ്പോൾ ഏതായാലും നമുക്ക് അന്ന് നമ്മളൊരു ചാപ്റ്റർ യൂട്യൂബ് ഇട്ടതാണ്. മാച്ച് ബോക്സ് എന്ന ചാപ്റ്ററാണ്. പക്ഷേ അത് നമ്മൾ പുസ്തകമായിട്ടല്ലല്ലോ പഠിച്ചത്. നമ്മൾ മൊത്തത്തിൽ ഒരു ഐഡിയ പറഞ്ഞല്ലേ തീർത്തത്. നമുക്കതിൻ്റെ പുസ്തകമായിട്ട് പഠിച്ചു നോക്കാം നമുക്ക് പറ്റും. അപ്പോൾ എഴുതണം പുസ്തകത്തിലെ പേജ് നമ്പർ 17. എല്ലാവരും പുസ്തകം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ് നിങ്ങൾ അവരവർ വേണമെന്നും പറഞ്ഞുകൊണ്ട് അവരവർക്ക് പുസ്തകം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യം നടക്കൂ. അല്ലാതെ ഒരു രക്ഷയില്ല. നിങ്ങൾ മാക്സിമം നിങ്ങൾ പുസ്തകം ഉപയോഗിച്ച് പഠിക്കുക. അല്ലാതെ നിങ്ങൾ എനിക്കറിഞ്ഞോ നിങ്ങൾ എത്ര പേരിൽ പുസ്തകം ഉണ്ടെന്ന് ഒന്നും അറിയാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ഒന്ന് പഠിപ്പിക്കാനേ പറ്റൂ. നോട്ട് പഠിപ്പിക്കാൻ, നോട്ട് തരാം, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ പുസ്തകം മാക്സിമം നിങ്ങൾ എപ്പോഴും എടുത്ത് കൈ വെച്ചിരിക്കുക. പുസ്തകം ഇല്ലാതെ ഇരിക്കരുത്. പുസ്തകം ഇല്ലാതിരുന്നാൽ നമുക്ക് മനസ്സിലാവുന്നതിൻ്റെ അളവ് കുറയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുസ്തകം. മാച്ച് ബോക്സ് എന്നാണ് പാഠത്തിൻ്റെ പേര്. തീപ്പെട്ടി, തീവണ്ടിയല്ല തീപ്പെട്ടി അല്ലേ. മാച്ച് ബോക്സ്, തീപ്പെട്ടി. എഴുതിയിരിക്കുന്നത് ആശാപൂർണ ദേവിയാണ്. ആശാപൂർണ ദേവിയുടെ പ്രത്യേകത എന്താ? ജ്ഞാനപീഠം ലഭിച്ച ആദ്യത്തെ വനിതയാണ്. ആശാപൂർണ ദേവി ഒരുപാട് എഴുത്തുകൾ എഴുതിയിട്ടുണ്ട്. അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ എഴുത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനുള്ള കാര്യം അവരുടെ ഭാഷയുടെ ഒഴുക്ക് നാടൻ രീതിയിലാണ്. അതായത് നേറ്റീവ് ലാംഗ്വേജ് അവരവരുടെ ഭാഷകളിൽ ഉപയോഗിക്കുക. ബംഗാളി ഭാഷയിലെ ആ ഒരു സാധാരണ ലെവലിൽ സാധാരണപ്പെട്ട ആൾക്കാരുടെ ജീവിതത്തിൻ്റെ രീതിയിലാണ് അവർ എഴുതിയിരിക്കുന്നത്. ഈ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു വലിയൊരു ചാപ്റ്ററാണ്. ഇത്രയുള്ളതല്ല. അതിന് നമുക്കിവിടെ ഒരു എഡിറ്റ് ചെയ്ത് ഒരു ചെറിയൊരു ഭാഗമായിട്ട് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അതൊരു ചെറിയൊരു ഭാഗമാണ്. യഥാർത്ഥം ഈ ചാപ്റ്റർ കുറച്ചുകൂടെ ഈ പാഠം കുറച്ചുകൂടെ എൻ്റെ ചില ഭാഗങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എഴുതിയിരിക്കുന്ന ആരാണ്? ആശാപൂർണ ദേവി എഴുതിയ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന് നോക്കാം. ഓക്കെ. ഈ ചാപ്റ്ററിൽ 2 വ്യക്തികളുണ്ട്. അതൊരിക്കലും മറന്നു പോയത്. ഈ അജിത്ത് എന്ന് പറയുന്ന ഒരു പയ്യൻ വളരെ റിച്ച് ഫാമിലിയിൽ ജനിച്ച വ്യക്തിയാണ് അജിത്തിന് ഏകദേശം 7 ബ്രദേഴ്സ് തന്നെയുണ്ട്. ഒരു വലിയൊരു കുടുംബമാണ്. 3 നിലയുള്ള വീടാണ് ഇവർക്കുള്ളത്. ഇവരുടെ വലിയൊരു കൂട്ടുകുടുംബമാണ്. ഇവരുടെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടുകുടുംബമാണ്. അങ്ങനത്തെ ഒരു ഫാമിലിയാണ് ഇവർക്കുള്ളത്. ഏകദേശം 10-30 മെമ്പേഴ്സ് ഇവരുടെ കുടുംബത്തിലുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇളയവനാണ് അജിത്ത് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. ആ പെൺകുട്ടിയുടെ പേരാണ് നോമിത. വളരെ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ് നോമിതയുടെ അമ്മയും പാവപ്പെട്ട. വളരെ കുട്ടിക്കാലത്ത് തന്നെ നോമിത അമ്മ ഒരുപാട് നോമിതയെ വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. നോമിത കൊഞ്ഞായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ രീതിയിൽ വളർത്തിവിട്ടത്. എന്നാൽ നോമിതയ്ക്ക് സൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നോമിത ആര് കല്യാണം കഴിച്ചുകൊണ്ടുപോയി? അജിത്ത് കല്യാണം കഴിച്ചുകൊണ്ടുപോയി വീട്ടിൽ ചെന്നു. പക്ഷെ നോമിതയ്ക്ക് ആ വീട്ടിൽ ചെന്നിട്ടും അജിത്തിന്റെ വീട്ടിൽ ചെന്നിട്ടും നോമിത കുറേ നാള് ഇപ്പോൾ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളെ ആയതുകൊണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അജിത്തിന് മനസ്സിലാകുന്നത് ഈ നോമിതയുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ലെറ്ററുകൾ അവർക്ക് എഴുതുന്നു. എന്തിനാണ്? പൈസ വേണം മോളെ, ഇത്തിരി അതിന് പൈസ വേണം, ഇതിന് പൈസ വേണമെന്ന് പറഞ്ഞ് ലെറ്ററുകൾ എഴുതുന്നു. ഈ ലെറ്ററുകൾ എഴുതുന്നു എന്നുള്ളത് നോമിതയ്ക്കാണ് എഴുതുന്നത്. പക്ഷേ അജിത്തിന് ഇവരെ പൈസ കൊടുക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് പലപ്പോഴും ഇവരുടെ വീടിൻ്റെ വെളിയിലൊരു ലെറ്റർ ബോക്സ് വെച്ചിട്ടുണ്ട്. ഈ ലെറ്റർ ബോക്സിലേക്ക് ആണ് ലെറ്റേഴ്സ് എല്ലാം വന്ന് വീഴുന്നത്. ഈ ലെറ്റർ ബോക്സിന്റെ കീ അജിത്തിന്റെ കയ്യിലാണ്. അജിത്ത് ഈ ലെറ്റേഴ്സ് എല്ലാം എടുത്തിട്ട് അതിനകത്ത് ആരുടെ ലെറ്റർ ഉണ്ടെങ്കിൽ നോമിതയുടെ അമ്മ അയച്ച ലെറ്റർ ഉണ്ടെങ്കിൽ അത് മാത്രം വായിച്ച് നോക്കിയിട്ട് കീർക്കണം. നോമിതയ്ക്ക് കൊടുക്കില്ല. അപ്പൊ നോമിതയുടെ അജിത്ത് ചെയ്ത ഭയങ്കര വലിയൊരു ക്രൂരതയാണ് ചെയ്യുന്നത്. പക്ഷെ അജിത്ത് പൈസ കൊടുക്കാൻ പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. നോമിതയ്ക്കാണെങ്കിലോ തന്റെ അമ്മയോട് സ്നേഹമുണ്ട്. എന്നാൽ നോമിതയ്ക്ക് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നോമിത ആലോചിക്കുകയും ചെയ്യും. തന്റെ അമ്മ ഇങ്ങനെ ബെഡ് ചെയ്യുന്നതുകൊണ്ടാണ്, പൈസ ചോദിക്കുന്നതുകൊണ്ടാണ്, പൈസ ഇങ്ങനെ യാചിക്കുന്നതുകൊണ്ടാണ് തന്റെ ഭർത്താവിന് പോലും തന്നോട് സ്നേഹക്കുറവുണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെ നോമിത ആലോചിക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഈ കഥയുടെ തീം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നോമിത എന്താണ് നോമിതയുടെ ഒരു ക്യാരക്ടർ, നോമിതയുടെ ഒരു പ്രത്യേകത, നോമിത എന്നത് ഈ പാഠം സംബന്ധിച്ച പോയിന്റ് വെച്ച് ഓർമ്മിച്ചിരിക്കുക. നോമിത എന്നത് ഒരു സ്ത്രീയെ സൂചിപ്പിക്കുന്ന, ആ നോമിത എന്ന് പറയുന്നത് സാധാരണ പെൺകുട്ടിയെ സൂചിപ്പിക്കുന്ന വേർഡല്ല. നോമിത എന്നത് നമ്മുടെ ഭൂമിയിലെ മുഴുവൻ സ്ത്രീകളെയും സങ്കല്പിക്കുന്ന ഒരു സ്ത്രീയാണ്. മുഴുവൻ സ്ത്രീകളെയും സങ്കല്പിച്ചുകൊണ്ട് എഴുതുന്ന ഒരു സ്ത്രീയാണ്. നോമിത എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയാണ് ഭൂമിയിലെ മുഴുവൻ സ്ത്രീകളും. അത്രയ്ക്കും അവരുടെ മനസ്സിനെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്തായാലും.
അജിത്ത് എന്ന് പറയുന്ന വ്യക്തിയും നോമിത എന്ന് പറയുന്ന അവരുടെ അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിലുള്ള ഒരു ചെറിയൊരു സ്റ്റോറിയാണ്. അവർക്കിടയിൽ ഉണ്ടാകുന്ന കുടുംബകലഹങ്ങളും ഈ വലിയൊരു കൂട്ടുകുടുംബത്തിൽ ഇവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഞാൻ പറയുന്നത്, ഈ പാഠത്തിൽ പറയുന്നത്. ഇത്രയും ക്ലിയർ ആയ എല്ലാവർക്കും ഇനി ഇത് ഞാൻ കുറച്ച് പഠിപ്പിച്ചിട്ട് ചോദിക്കാം. നോക്കാം. മാച്ച് ബോക്സ് അത് ആദ്യ ഭാഗത്തിൽ ഇങ്ങനെയാണ് ആശാപൂർണ്ണ ദേവി പറയുന്ന ഡയലോഗാണ്. ഐ ഓൾവേസ് കമ്പയർ. ആശാപൂർണ്ണ ദേവിയാണ് അല്ലേ? ആശാപൂർണ്ണ ദേവി പറയുകയാണ്, ഞാൻ എല്ലായ്പ്പോഴും കമ്പയർ ചെയ്യുന്നു ആരാ? വുമൻ ടു മാച്ച് ബോക്സസ്. സ്ത്രീകളെ മാച്ച് ബോക്സസ് തീപ്പെട്ടിയുമായിട്ടാണ് ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യുന്നത്. വൈ? എന്തുകൊണ്ടെന്നാൽ ബിക്കോസ് ഓഫ് ദ വേ മാച്ച് ബോക്സസ് ആർ. കാരണം മാച്ച് ബോക്സസിന്റെ അഥവാ തീപ്പെട്ടിയുടെ അതേ രീതി തന്നെയാണ് സ്ത്രീകൾക്ക്. തീപ്പെട്ടി ഒരു കൂടിനകത്തിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഒരു കൂടിനകത്തിരിക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ല. തീപ്പെട്ടി ഒരു കൂടിനകത്തിരിക്കുമ്പോൾ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. എന്നാൽ പുറത്ത് വന്നത് കത്തുമ്പോഴാ? കത്തുമ്പോൾ എന്തിരിക്കുന്നു? ആരാണ് ഓഡിയോ ഓൺ ചെയ്തിട്ടേക്കണ? ദയവ് ചെയ്ത് ഓഡിയോ ഓഫ് ചെയ്യുക. ഓക്കെ. അപ്പോൾ തീപ്പെട്ടി ഒരു കൂടിനകത്തിരിക്കുമ്പോൾ യാതൊരു പ്രശ്നമില്ല. അത് പുറത്തുനിന്ന് കത്തുമ്പോൾ എന്തിരുന്നു? ആണിയം കത്തുന്നു. ആണി കത്തിയതിനു ശേഷം അതേ കണക്ക് തന്നെ അണയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് സ്ത്രീയും. സ്ത്രീക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായാൽ അവൾ തീവ്രമായി പൊട്ടിത്തെറിക്കുന്നു പെട്ടെന്ന്. എന്നാൽ കുറച്ചു നേരം കഴിയുമ്പോൾ അതെല്ലാം മാറി പഴയ രൂപത്തിലേക്ക് അവൾ വരുന്നു. അത്രയും ഒരു മനസ്സുള്ളവളാണ് സ്ത്രീ എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീപ്പെട്ടി എങ്ങനെയാണോ ഇവിടെ ആശാപൂർണ്ണ ദേവി സ്ത്രീയെ ഉപമിക്കുന്നത് അല്ലെ കമ്പയർ ചെയ്യുന്നത്, ഐ ഓൾവേസ് കമ്പയർ വുമൻ ടു മാച്ച് ബോക്സസ് ബിക്കോസ് ഓഫ് ദ വേ മാച്ച് ബോക്സസ് ആർ. കാരണം മാച്ച് ബോക്സസിന്റെ അതേ രീതിയാണ് സ്ത്രീകൾ. ഈവൻ ദോ ദേ ഹാവ് ഇനഫ് ഗൺ പൗഡർ. ഒരു സ്ത്രീയുടെ പ്രത്യേകത എന്തെന്ന് ചോദിക്കുന്നെങ്കിൽ ദേ ഹാവ് ഇനഫ് ഗൺ പൗഡർ. ഒരു സ്ത്രീയുടെ ഉള്ളു മുഴുവൻ ഗൺ പൗഡറാ. വെടിമരുന്ന് കൊണ്ട് നടത്തി വെച്ചിരിക്കുക. ഒരു സ്ത്രീയുടെ ഉള്ളു മുഴുവൻ ഗൺ പൗഡർ ഉണ്ട്. ഗൺ പൗഡറിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാനുള്ള പവർ ഉണ്ട്. പവർ അത്രയും പൊട്ടിത്തെറിക്കാനുള്ള ഗൺ പവർ ഉള്ളിലുണ്ടെങ്കിൽ പോലും ടു സെറ്റ് 100 ലങ്ക. പണ്ട് ലങ്ക അറിയാലോ, ശ്രീലങ്ക, ഇപ്പോഴത്തെ ശ്രീലങ്ക, പണ്ടത്തെ ലങ്ക. അവിടെ ചെന്ന് ഹനുമാൻ എന്ത് ചെയ്തു? ഹനുമാൻ ലങ്കയെ മുഴുവൻ ഒരു ലങ്കയെ ഫ്ലൈമാക്കി മാറ്റി. ഫ്ലെയിം എന്ന് വെച്ചാൽ ജ്വാല, ഒരു തീജ്വാല, ഒരു തീക്കുണ്ടമാക്കി മാറ്റി. ആര്? തീജ്വാലയൊക്കെ ആര് മാറ്റി? ഹനുമാൻ പണ്ട് മാറ്റി. ഒരു ലങ്കയെ ചുട്ടുകരിക്കാനായിട്ട് ആർക്ക് കഴിഞ്ഞു? ഹനുമാന് കഴിഞ്ഞു. ഒരു ലങ്കയെ ഫ്ലെയിമാക്കി മാറ്റാൻ ഹനുമാന് കഴിഞ്ഞെങ്കിൽ 100 ലങ്കകളെ ഫ്ലെയിമാക്കി മാറ്റാനുള്ള കപ്പാസിറ്റി സ്ത്രീക്കുണ്ടെന്നാണ് ഇവിടെ ആശാപൂർണ്ണ ദേവി പറയുന്നത്. 100 ലങ്കകളെ ചുട്ടുകരിക്കാനുള്ള പവർ ഒരു സ്ത്രീക്കുണ്ട്. അത്രയും ഒരു ഫ്ലെയിമാക്കി മാറ്റാനുള്ള, തീജ്വാലാക്കി മാറ്റാനുള്ള പവർ സ്ത്രീക്കുണ്ട്. ബട്ട് ദേ സിറ്റ് അറൗണ്ട്. പക്ഷേ പലയിടത്തും നമുക്ക് കാണാൻ കഴിയും അവരിയ്ക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു? മീക്ക് ആൻഡ് ഇന്നസെന്റ്. വളരെ സൈലന്റ് ആയിട്ടും ഇന്നസെന്റ് ആയിട്ടും. അതാണ് പാവപ്പെട്ടവരായിട്ട്, നിഷ്കളങ്കരായിട്ട്, ആരെയും ദ്രോഹിക്കാത്ത രീതിയിൽ സ്ത്രീകൾ ഇരിക്കുന്നു. ഇൻ ദ കിച്ചൺ. എവിടെ നോക്കിയാൽ കിച്ചണിൽ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും തന്റെ ഭർത്താവ് എന്ത് പറഞ്ഞാലും ഒന്നും പറയാതെ നിന്ന് ജോലി ചെയ്യുന്ന സ്ത്രീ, നിഷ്കളങ്കയായ സ്ത്രീ അല്ലേ? ഇൻ ദ പാൻട്രി. എവിടെ പാൻട്രി? പാൻട്രി എന്ന് വെച്ചാൽ സ്റ്റോർ റൂം. സ്റ്റോർ റൂമിലായാലും ഇൻ ദ ബെഡ്റൂമിലായാലും ഹിയർ ദെയർ എവ്രിവെയർ, എല്ലായിടത്തും ചെന്നാലും നമുക്ക് കാണാൻ കഴിയും സ്ത്രീയുടെ ഉള്ളു മുഴുവൻ ഗൺ പൗഡറാണ്. ഗൺ പൗഡർ കൊണ്ട് ജ്വലിച്ച് നിൽക്കുകയാണ്. അവൾക്ക് ഈ ലോകം മുഴുവൻ പൊട്ടിത്തെറിക്കാനുള്ള 100 കണക്കിന് ലങ്കുകളെ ചുട്ടുകരിക്കാനുള്ള പവർ അവളുടെ ഉള്ളിലുണ്ടെങ്കിൽ പോലും ഷീ ഈസ് ഓൾവേസ് സൈലന്റ്. ഷീ ഈസ് ഓൾവേസ് ടു ബി ആസ് ആൻ ഇന്നസെന്റ് ഗേൾ. അവൾ എന്തായിട്ട് ഒരു ഇന്നസെന്റ് ഗേളായിട്ട് മാത്രമേ അവൾ എന്ത് ചെയ്യൂ? എപ്പോഴും പെരുമാറുകയുള്ളൂ. അതാണ് സ്ത്രീയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്ത്രീയുടെ ഉള്ളിൽ ഇത്രയും ഗൺ പൗഡർ ഉണ്ട്, പൊട്ടിത്തെറിക്കാനുള്ള പവർ ഉണ്ട്. പക്ഷെ അവൾ പലപ്പോഴും പൊട്ടിത്തെറിക്കാതെ ഇരിക്കുന്നു. ഇനി അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചാൽ അത് അപ്പം തന്നെ എന്ത് ചെയ്യും? ജ്വലന ശക്തി കുറയുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നു, വുമൺ ടു എക്സാക്ട്ലി ആർ ദ സെയിം ഓഫ് മാച്ച് ബോക്സ്. ആര്? സ്ത്രീകൾ ആരെ പോലെ തന്നെയാണ്, മാച്ച് ബോക്സിനെ പോലെ തന്നെയാണ്. അവരുടെ മാച്ച് ബോക്സിന്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ഗൺ പൗഡർ ഇരിപ്പുണ്ട്. പക്ഷെ അത് വെറുതെ അങ്ങ് പൊട്ടിത്തെറിക്കോ? ഇല്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും. ഇപ്പോൾ എന്തെങ്കിലും ജ്വാല അകത്തേക്ക് വരുന്നെങ്കിൽ പൊട്ടിത്തെറിക്കും, പെട്ടെന്ന് തന്നെ അണയും ചെയ്യും. അതുപോലെ തന്നെയാണ് സ്ത്രീ. ഓക്കെ, ഇത് നമുക്ക് ആര് പറഞ്ഞു തരുന്ന ഒരു ആദ്യത്തെ ഡയലോഗാണ്. ആശാപൂർണ്ണ ദേവി ഒരു ആദ്യത്തെ ഐഡിയ നമുക്ക് പറഞ്ഞു തരുന്നത് സ്ത്രീ എങ്ങനെയുള്ളതാണ്, സ്ത്രീയുടെ പ്രത്യേകത എന്താണ് എന്നൊക്കെ പറഞ്ഞു തരുന്നത്. മനസ്സിലായ? അപ്പൊ ആശാപൂർണ്ണ ദേവി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്ത്രീയും മാച്ച് ബോക്സും തമ്മിലുള്ള ഒരു പ്രത്യേകത പറഞ്ഞിട്ട് ആശാപൂർണ്ണ ദേവി ചോദിക്കുന്നതാണ്, യു വാണ്ട് ആൻ എക്സാമ്പിൾ? നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വേണമെന്ന് ചോദിക്കുന്നു. നിങ്ങൾക്ക് സ്ത്രീ ഒരു മാച്ച് ബോക്സിനെ പോലെയാണ് എന്നുള്ളതിന് എക്സാമ്പിൾ വേണമെന്ന് ചോദിക്കുന്നു. Then look carefully at that enormous. എന്നാൽ നിങ്ങൾ അങ്ങോട്ട് നോക്കൂ,
അവിടെ ഒരു എനോമസ് എന്ന് വെച്ചാൽ ഒരു വലിയ എനോമസ് ബിഗ് വലിയൊരു 3 സ്റ്റോറി 3 നിലകളുള്ള ഒരു ബിൽഡിംഗ്, ഒരു വീട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഇൻ ഫ്രണ്ട് ഓഫ് us, നമ്മുടെ മുന്നിലേക്ക് നോക്കൂ, നിങ്ങൾക്കൊരു 3 നിലയുള്ള വീട് അവിടെ കാണാൻ കഴിയുന്നില്ലേ? ആ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ കേട്ടാൽ നിങ്ങൾ പറയും, സ്ത്രീ എന്ന് പറയുന്നത് ഇത്രയും ഗൺ പൗഡർ ഉള്ളിലുണ്ടെങ്കിലും അവൾ എക്സ്പ്ലോഡ് ചെയ്യാറില്ല, അവളൊരു മാച്ച് ബോക്സിനെ പോലെയാണ്, എക്സ്പ്ലോഡ് ചെയ്താലും അതേ കണക്ക് തന്നെ തിരികെ അതേ കണക്ക് വരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. നിങ്ങൾ ആ വീട്ടിലേക്ക് കടന്നു വന്നു. അപ്പൊ നമ്മൾ എവിടേക്ക് വിളിച്ചോണ്ട് പോവുകയാണ്? ആ 3 നിലയുള്ള അജിത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോവുകയാണ്. സൺഡേ മോർണിംഗ്, ഞായറാഴ്ച രാവിലെയാണ് നമ്മൾ കാണുന്ന രംഗത്തിൽ നമ്മൾ കാണുന്നത് ഞായറാഴ്ച രാവിലെയാണ്. ദ വാഷർമാൻ ഹാസ് കം. ഒരു വാഷർമാൻ, ഒരു അലക്കുകാരൻ ഈ വീട്ടിന് മുന്നിലേക്ക് വരുന്നു. ആൻഡ് ഈസ് വെയിറ്റിംഗ്. അവിടെ വന്ന് കാത്തു നിൽക്കുകയാണ്. വലിയ വീടാണ്, 10-30 അംഗങ്ങളുണ്ട്. ഇത്രയും അംഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, 10-26 പേരോ 30 പേരോ അതിന് അംഗങ്ങളുണ്ട്. ഈ ഇത്രയും അംഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എന്താ പ്രത്യേകത? ഇത്രയും അംഗങ്ങൾ ഉള്ളത് കൊണ്ട് ഈ ഇത്രയും പേര് തുണികൾ കഴുകാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ അതാണ് വാഷ്മാനാണ് കഴുകുന്നത്. അയാൾ ആഴ്ചയിൽ ഒരു ദിവസം വരെ തുണി കഴുകാനായിട്ട് അങ്ങനെ വാഷ്മാൻ താഴെ വന്ന് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോ ഫാമിലിയും, അജിത്തിൻ്റെ ചേട്ടനും മൂത്ത ചേട്ടനും എല്ലാവരും ഓരോ ഫാമിലിയായിട്ട് അലക്കാരനെ കൊണ്ട് വസ്ത്രങ്ങൾ കൊടുക്കും, അലക്കാരൻ അതുകൊണ്ട് അലക്കിക്കൊണ്ട് കൊടുക്കും. അങ്ങനെയാണ് എന്നും അവിടുത്തെ പതിവ്. അപ്പോൾ വാഷ്മാൻ അവിടേക്ക് വരുന്നു. വാഷ്മാൻ വരുമ്പോൾ എല്ലാവരും തുണികൾ സെർച്ച് ചെയ്യാണ്, തുണികളൊക്കെ പറക്കിയെടുക്കുകയാണ്. അതുപോലെ തന്നെ നോമിത, അജിത്തിന്റെ വൈഫായ നോമിതയും തുണികൾ പറക്കിയെടുക്കുന്നുണ്ട്. ആ രംഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നോമിത തുണി പറക്കിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നമ്മൾ അടുത്ത് പോകുന്നത്. മൊമെന്റ്സ് ബിഫോർ, കുറച്ചു നേരം മുമ്പ്, ഹാൻഡിങ് ഓവർ നൽകുന്നതിന് മുമ്പ് അല്ലേ, നൽകുക ഓവർ എ ഹീപ്പ് എന്ന് വെച്ചാൽ ഒരു കുന്ന്. അജിത്ത് ഡേർട്ടി ക്ലോത്ത്സ്, അജിത്തിന്റെ കുറെ അഴുക്ക് പിടിച്ച തുണികളെല്ലാം തന്നെ, അജിത്ത് വിയർപ്പ് നാറിയ തുണികളെല്ലാം തന്നെ ആർക്കെടുത്ത് നമ്മുടെ വാഷ്മാൻ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ്, കൊടുക്കാനായിട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വാഷ്മാൻ കൊടുക്കാനായിട്ട് അവള് പറക്കൊണ്ടിരിക്കുകയാണ്. ആ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഇവളെന്ത് ചെയ്തു? സാധാരണ നമ്മളൊക്കെ ചെയ്യും, എന്നും തുണികളെടുത്ത് കഴുകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? പോക്കറ്റുകളൊക്കെ പരിശോധിക്കും, പൈസയോ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കിടക്കുന്ന അറിയാൻ വേണ്ടി, നനയാതിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് ചെയ്യുന്നു, നോമിത ഗോ ത്രൂ സെർച്ച്, അന്വേഷിക്കുക, പരിശോധിക്കുക. ഗോ ത്രൂ സെർച്ച്, നോമിത പരിശോധിക്കുന്നു. ദ പോക്കറ്റ്സ്, അജിത്തിന്റെ പോക്കറ്റുകളെല്ലാം പരിശോധിക്കുന്നു. At last discovers the letter. ഏറ്റവും അവസാനമാണ് നോമിതയ്ക്ക് ആ ലെറ്റർ കിട്ടുന്നത്. കുറെ നേരം ഇങ്ങനെ പല പോക്കറ്റുകളായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്ന് പരിശോധിച്ച് വാഷ്മാന് തുണി കൊണ്ടു കൊടുക്കുന്നതിന് അവസാനം നോമിതയ്ക്ക് എന്ത് കിട്ടുന്നു? ഒരു ലെറ്റർ കിട്ടുന്നു. എ ട്വിസ്റ്റഡ്, അത് ചുരുട്ടി കൂട്ടിയ ലെറ്റർ ആയിരുന്നു. ക്രംബിൾഡ് ഇൻവലപ്പ്, ആ കവറ് ചുരുട്ടി കൂട്ടി വെച്ചിരുന്നു. മാത്രമല്ല ട്വിസ്റ്റഡ്, മടക്കിയ, ക്രംബിൾഡ് ചുരുട്ടിയ, അല്ലെ, ചുരുട്ടിയ വിത്ത് ഇറ്റ്സ് മൗത്ത് എന്ന് വെച്ചാൽ ലെറ്ററിന്റെ വായ എന്ന് വെച്ചാൽ മീനിങ് ടോൺ, പൊട്ടിക്കുക, അല്ലെ, വാ പൊട്ടിച്ചിരുന്നത്. ദാറ്റ് മീൻസ് ലെറ്റർ പൊട്ടിച്ചിരുന്നു. ആൻഡ് ഓൺ ദ ഇൻവലപ്പ്, ആ ഇൻവലപ്പ് എന്ന് വെച്ചാൽ കവർ, ആ കവറിന്റെ മുകളിൽ നോമിതാസ് നെയിം. നോമിത നോക്കിയപ്പോൾ ആരുടെ പേരാണ്? തന്റെ പേരാണ്. അതായത് നോമിതയ്ക്ക് മനസ്സിലായി തനിക്ക് വന്ന ലെറ്റർ തന്റെ ഭർത്താവ് പൊട്ടിച്ച് വായിച്ചതിന് ശേഷം ആ ലെറ്ററിന്റെ മാറ്റർ കണ്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട്, തനിക്ക് വന്ന ഏതോ ലെറ്റർ പൊട്ടിച്ച് വായിച്ചത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ആ ലെറ്റർ കീറി ചുരുട്ടി കൂട്ടി പോക്കറ്റ് ഇട്ടു. എടുത്ത് കളയാൻ മറന്നുപോയി. അത് അജിത്തിന് അവധം പറ്റിയതാണ്. മനസ്സിലായി? സാധാരണ അജിത്ത് പോക്കറ്റ് ഇട്ട് കഴിയുമ്പോൾ എടുത്ത് കളയും. പക്ഷെ ഇപ്പൊ അജിത്ത് അത് ഇട്ട സ്ഥലം മാറിപ്പോ. ഇട്ട സാധാരണ വേസ്റ്റ് ബോക്സിലാണെങ്കിൽ ഇപ്പൊ എവിടെ ഇട്ടു? പോക്കറ്റ് ഇട്ടു, എടുത്ത് കളയാൻ മറന്നു അല്ലേ? നോമിതാസ് നെയിം. നോമിത നോക്കിയപ്പോൾ ആരുടെ പേരാണ് ലെറ്റർ എഴുതിയിരിക്കുന്നത്? നോമിതയുടെ പേര്. സാധാരണ ലോകത്തെ ഏറ്റവും വലിയ തെറ്റാണ് സ്വന്തം ഭാര്യയ്ക്കായാലും വരുന്ന ലെറ്റേഴ്സ് പൊട്ടിച്ച് വായിക്കരുത്. അപ്പോൾ അജിത്തിന് പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റർ പൊട്ടിച്ച് വായിച്ചു എന്നത് മാത്രമല്ല, എന്ത് ചെയ്തു? നോമിതയോട് പറഞ്ഞതുപോലും ഇതിനെപ്പറ്റി. മനസ്സിലായ? എ ഫ്ലെയിം, നോമിതയ്ക്കാണെങ്കിൽ ഒരു ഫ്ലെയിം, ഒരു തീജ്വാല. ഗോസപ്പ് ഡോപ്പ് ഉള്ളിലേക്ക്, അല്ലേ, അവളുടെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി. ഇൻ നോമിതാസ് ഓൾ നോമിതാസ് നെർവ്സ് ആൻഡ് വെയിൻസ്. നെർവ് നാഡി, അല്ലേ, വെയിൻസ് ഞരമ്പ്. നോമിതയുടെ നാഡി ഞരമ്പുകളിലേക്ക് ഒരു തീജ്വാല കയറാൻ തുടങ്ങി. എന്തിനെന്റെ അണ്ണ ഇങ്ങനെ ചെയ്യുന്നല്ലേ? നമുക്ക് ദേഷ്യം വന്ന്. ഷീ ഡ്രോപ്സ് ദ ക്ലോത്ത്സ്, അവളുടെ കയ്യിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ടും വസ്ത്രങ്ങൾ, അവൾ എടുത്തുകൊണ്ടുന്ന വസ്ത്രങ്ങളെല്ലാം തറയിൽ വീണുപോയി, അല്ലേ. ആൻഡ് സിറ്റ്സ് ഓൺ ദ ബെഡ്, അവൾ എവിടെ ഇരിക്കുകയാണ്? ബെഡ് ഇരിക്കുകയാണ്. ടു ഓപ്പൺ ദ ലെറ്റർ, ലെറ്റർ തുറക്കാൻ വേണ്ടി. ഏത് ലെറ്റർ ആയിരുന്നോ വന്നത്? ഏതായാലും എനിക്ക് വന്ന ലെറ്റർ ഇങ്ങനെ തുറന്ന് എന്തിനു വായിച്ചു എന്നുള്ള രീതിയിൽ ഫസ്റ്റ് തിങ് ആദ്യമായിട്ട് ഷീ ലുക്സ് അറ്റ് ഈസ് ദ ഡേറ്റ്. ഏതിലോട്ട് നോക്കി? എന്നാണ് ലെറ്റർ വന്ന ഡേറ്റ് നോക്കി. going by the date, അവൾ ലെറ്ററിലൂടെ കടന്നുപോയപ്പോൾ ദ ലെറ്റർ മസ്റ്റ് ഹാവ് കം അബൌട്ട് 3 days earlier. അവള് മനസ്സിലായി ലെറ്റർ വന്നത് 3 ദിവസം മുമ്പാണ്. നമുക്ക് മനസ്സിലായി 3 ദിവസം മുമ്പ് വന്ന ലെറ്റർ എന്ത് ചെയ്തു? ആര്? അജിത്ത് പൊട്ടിച്ച് വായിച്ചത് പോരാഞ്ഞിട്ട് തന്നോട് പറഞ്ഞില്ല, ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നു, അല്ലേ. ഷീ ടേൺസ് ഓവർ ദ ഇൻവലപ്പ്. അവൾ ഒന്ന് ആ ഇൻവലപ്പ് കവറൊന്ന് തിരിച്ചു നോക്കി. ആൻഡ് മാച്ചസ് ദ പോസ്റ്റ് മാർക്ക് ടു ദ ഡേറ്റ്. അകത്ത് അമ്മ എഴുതിയിരിക്കുന്ന ഡേറ്റും അതുപോലെ തന്നെ
തൻ്റെ അമ്മയാണ് എഴുതുന്ന ലെറ്റർ, അമ്മ എഴുതിയിരിക്കുന്ന ഡേറ്റും അതുപോലെ തന്നെ പുറത്ത് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഡേറ്റ് അടിക്കുക, രണ്ടും കൂടെ ഒത്തു നോക്കി അല്ലേ, മാച്ച് ചെയ്ത് ഒത്തു നോക്കി. അപ്പം മനസ്സിലായി ദാറ്റ് 2 bears the same witness, രണ്ടും ഒരേ വിറ്റ്നസ്, ഒരേ സാക്ഷി തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ രണ്ടും ഒന്ന് തന്നെയായിരുന്നു. അതായത് നമുക്ക് മനസ്സിലായി ഉറപ്പായിട്ട് ലെറ്റർ വന്ന എത്ര ദിവസം മുമ്പാണ്, രണ്ടിലും ഒരേ ഡേറ്റ് 3 ദിവസം മുമ്പാണ്. യെസ്, ദ ലെറ്റർ കെയിം 3 days ago. അതെ, ലെറ്റർ വന്നിട്ട് 3 ദിവസമായി. അജിത്ത് ഹാസ് ഓപ്പൺഡ് ഇറ്റ്, അജിത്ത് അത് പൊട്ടിച്ചു. ആൻഡ് റീഡ് ഇറ്റ്, അത് വായിച്ചു. ദെൻ ക്രംബിൾ ഇറ്റ്, എന്നിട്ട് അത് ചുരുട്ടി അല്ലേ, കീറി. എന്നിട്ട് എന്തിനു, ആൻഡ് ട്വിസ്റ്റഡ് ഇറ്റ്, ചുരുട്ടി കൂട്ടി. ആൻഡ് ഡ്രോപ്ഡ് ഇൻ ടു ദ പോക്കറ്റ്, എവിടെ ഇട്ടു, പോക്കറ്റിലേക്ക് ഇട്ടു. യൂസ് പോക്കറ്റ് ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ദർ, അവിടെ തന്നെ ഉപേക്ഷിച്ചു, പോക്കറ്റിൽ തന്നെ ഉപേക്ഷിച്ചു. ഹാസിൻഡ് ഫെൽറ്റ്, അവൻ ചിന്തിച്ചതേ ഇല്ല ദ നീഡ്, ഈ ആവശ്യത്തെ പറ്റി, ടു മെൻഷൻ, സൂചിപ്പിക്കാൻ, മെൻഷൻ ചെയ്യാൻ, സൂചിപ്പിക്കാൻ. ഇറ്റ് വൺസ് ടു നോമിത, നോമിതയോട് ഒരു തവണ പോലും എടി നിനക്കൊരു ലെറ്റർ വന്നു, എന്നിന്റെ അമ്മ അയച്ച ലെറ്റർ ആയിരുന്നു, ആ ലെറ്റർ ഞാൻ അബദ്ധത്തിൽ പൊട്ടിച്ച് വായിച്ചടി എന്ന് പറയാനായിട്ടുള്ള ഒരു മനസ്സ് അജിത്തിന് ഉണ്ടായതേ ഇല്ല. അജിത്ത് ആ ഒരു കാര്യം ആരിൽ നിന്ന് മറച്ചു വെച്ചു, നോമിതയിൽ നിന്ന് മറച്ചു വെച്ചു. The flame that had gone, ഏതായാലും നോമിതയിലും ശരീരത്തിൽ ഫ്ലെയിം, ദ ഫ്ലെയിം, തീജ്വാല, ഗോൺ ഡോപ്പ്, ഉള്ളിലേക്ക്, അവളുടെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി. ഒരു തീജ്വാല അവളുടെ വയറ്റ്, നമ്മൾ പറയില്ല വയറ്റിന് എന്തോ ഒരു സാധനം ആളി കത്തിഞ്ഞ് മുകളിലേക്ക് വന്നു. ബേൺ സ്റ്റഡിലി, അവളുടെ ഉള്ളിൽ കിടന്ന് ബേൺ ചെയ്യാൻ തുടങ്ങി, എരിയാൻ തുടങ്ങി. ഹിസിങ്, അത് കിടന്ന് ചീറ്റാൻ തുടങ്ങി. ദേഷ്യം, അതാണ് ഉദ്ദേശിക്കുന്നത്. അവളുടെ മനസ്സിന് ദേഷ്യം കൊണ്ട് ഇങ്ങനെ എന്തിനു വെച്ചാൽ കൊല്ലുന്നേങ്ങര ഒരു ദേഷ്യം. സൗണ്ടിങ് ഇറ്റ്സ് നോട്ട്, ആ ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ചെയ്യാൻ തുടങ്ങി, എന്താണ് നിലവിളിക്കാൻ തുടങ്ങി ദേഷ്യം. ഓൺ ഈച്ച് ഓഫ് ഹർ മൈൻഡ് സ്ട്രിങ്, സ്ട്രിങ് എന്താണ് ഇഴ അല്ലേ, അവളുടെ മനസ്സിന്റെ ഓരോ ഇഴയിലും അജിത്തിനോടുള്ള ദേഷ്യം കടന്നു. ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ അങ്ങനെ കൊല്ലും എന്നുള്ള രീതിയിൽ അവൾ ഭ്രാന്തി കൊണ്ടുവന്നു. ബിക്കോസ് കാരണം ദിസ് ഇൻസിഡന്റ് ഈസ് നോട്ട് എ കാഷ്വൽ ഓവർസൈറ്റ്. കാരണം ഈ ഇൻസിഡന്റ് എന്ന് പറയുന്നത്, ഈ സംഭവം എന്ന് പറയുന്നത്, ഈ അജിത്ത് ലെറ്റർ പൊട്ടിച്ച് വായിക്കുക എന്ന് പറഞ്ഞാൽ അജിത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഈസ് നോട്ട് എ കാഷ്വൽ, ഒരു സാധാരണ ഓവർസൈറ്റ് സംഭവം. ഇതൊരു സാധാരണ സംഭവം അല്ല. ഇപ്പൊ അബദ്ധത്തിൽ ചില ഒരു ദിവസം ഒരാൾ പൊട്ടിച്ച് വായിച്ചു പോയി, കുഴപ്പമില്ല, കാരണം അന്ന് പൊട്ടിച്ച് വായിച്ചു പോയില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും. ഇതൊരു പക്ഷെ ഇങ്ങനത്തെ ഒരു അബദ്ധത്തിൽ പറ്റുക, ക്യാഷ്വൽ ഓവർസൈറ്റ്. എന്താണ് ക്യാഷ്വൽ ഓവർസൈറ്റിന്റെ പച്ച മലയാളം, അബദ്ധത്തിൽ പറ്റുക, അബദ്ധത്തിൽ പറ്റുന്നതല്ല, അബദ്ധത്തിൽ പറ്റുന്നതല്ല. പകരം എന്താണ്, ഇറ്റ് ഈസ് ഡെലിബറേറ്റ്, മനഃപൂർവ്വമാണ്. ഇവരുടെ അമ്മ പറഞ്ഞു, എവിടെ എന്റെ അമ്മ എപ്പോഴും ഇങ്ങനെയാണ്, എനിക്ക് ഭ്രാന്ത് വരെയാണ് ഇത് കേട്ടിട്ട്. ഡെലിബറേറ്റ്, മനഃപൂർവ്വമാണ്. നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞല്ലേ, ഇത് സാധാരണ സംഭവമല്ല, എന്താണ് മനഃപൂർവ്വമാണ്. അതുകൊണ്ടാണ് മനഃപൂർവ്വം തന്റെ ലെറ്റേഴ്സ് മനഃപൂർവ്വം പൊട്ടിച്ചു. അല്ലെങ്കിൽ ഈ ലെറ്റർ ബോക്സിന്റെ കീ അവന്റെ കയ്യിലാണ്. ബാക്കി ഒരുപാട് പേർക്ക് ലെറ്റർ വരുന്നുണ്ട്, ഇതൊന്നും പൊട്ടിച്ചു വയ്ക്കൂല, എവിടെ ലെറ്റർ മാത്രം പൊട്ടിച്ചു വയ്ക്കും. അങ്ങനെ ഭയങ്കര ഇത് വന്നത്, എന്താ ഭയങ്കര ദേഷ്യം വന്നു. ഓക്കെ, നോമിതയ്ക്ക് ദേഷ്യം വന്നു. കാരണം നോമിത പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ കാഷ്വൽ ഓവർസൈറ്റ്, ഇത് അബദ്ധത്തിലുള്ള സംഭവമല്ല, ഇറ്റ് ഈസ് ഡെലിബറേറ്റ്, മനഃപൂർവ്വം ചെയ്യണതാണ്. ഇങ്ങനെ ഞാൻ കൊല്ലും എന്ന രീതിയിലായിരുന്നു. ഇത് ഫുള്ള് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ഭാഷ നമുക്ക് മനസ്സിലാകുന്നത് നോർമൽ ക്യാറ്റഗറി, നമ്മൾ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന ഈ സാധാരണ രീതിയിലുള്ള ആ ഭാഷയാണ്. ഒന്നാമത്തെ പേജ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെയുള്ള ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ 2 മിനിറ്റ് ടൈം തരാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു, ഏതെങ്കിലും മീനിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു. ചോദിച്ചോ. ടോൺ കീറുക, മെസ്സേജ് അയച്ച് ചോദിക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഓഡിയോ ഇട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇതുണ്ടാവും. ടോൺ എന്ന് വെച്ചാൽ കീറുക, TORN പറഞ്ഞുതരാം. ടിയർ ആണ് ഒറിജിനൽ, ടിയർ, TER, ടിയർ. ടിയറിന്റെ കണ്ണുനീരെന്ന അർത്ഥമുണ്ട്, പക്ഷെ ടിയറിന്റെ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ടിയറിന്റെ അർത്ഥം കീറുക എന്നാണ്. ടിയറിന്റെ V1 V2 V3 ആണ്. ടിയർ കീറുന്നു, ടോൺ കീറി, അതാണ് രണ്ടാമത്തെ ടോൺ. ടിയർ, ടോൺ, ടോൺ, 3 വാക്കുകൾ. ടിയർ, ടോൺ, ടോൺ. ആ ടോണിന്റെ അർത്ഥം കീറി എന്നാണ്. ഓക്കെ, അടുത്തത് ബെയർസ്. ബെയറിന്റെ മലയാളം സഹിക്കുക എന്നല്ലേ ആ സെന്റൻസ് നമുക്ക് വരുന്നത്. പക്ഷെ ആ സെന്റൻസ് ചില വേർഡിൽ നമുക്ക് ആ സെന്റൻസ് എക്സാക്ട് മീനിങ് എടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പൊ നമുക്കൊരു സെന്റൻസ് പറയാം. ഒരു സെന്റൻസ് ഞാൻ പറയാണ്, ഷീ ലുക്സ് എ കാർ. എന്താ അർത്ഥം? അവൾ ഒരു കാറിനെ നോക്കുന്നു. ഷീ ലുക്സ് മീ, എന്താ അർത്ഥം? അവൾ എന്നെ നോക്കുന്നു. 2 ലുക്സിന്റെ അർത്ഥം എന്താ? നോക്കുന്നു എന്നല്ലേ. ഈ സെന്റൻസ് നോക്കിയാണ്, ഷീ ലുക്സ് ബ്യൂട്ടിഫുൾ, അവൾ സുന്ദരനെ നോക്കുന്നു. അങ്ങനെ വരും. ഷീ ലുക്സ് ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ അവള് സുന്ദരിയായി തോന്നുന്നു അല്ലേ, അവളെ കണ്ടപ്പോൾ സുന്ദരിയായിട്ട്. അവിടെ ലുക്കിന്റെ അർത്ഥം സുന്ദരമെന്നല്ലോ. അതുപോലെ തന്നെ ബെയറിന്റെ അർത്ഥം പലയിടത്തും വ്യത്യാസമുണ്ട്. ബെയർ എന്ന വാക്കിന്റെ അർത്ഥം സഹിക്കുക എന്നാണ്. പക്ഷെ ഇവിടെ എവിടെയാണ് നമ്മളത് കണ്ടത്? ബെയർ
That two bears the same witness എന്നല്ലേ? അതായത് രണ്ടും ഒരുപോലെ തന്നെ തോന്നപ്പെട്ടു എന്നാണ്. രണ്ട് സാക്ഷിയും ഒരുപോലെ തന്നെ തോന്നപ്പെടുക. അപ്പൊ ബെയറിന്റെ യഥാർത്ഥ അർത്ഥം സഹിക്കുക എന്നാണ്, ഇവിടുത്തെ അർത്ഥം തോന്നുക. ചോദിച്ചോ? സ്റ്റഡിയില് നേരെ സ്റ്റഡി എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ടത് Now burns steady എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പൂർണ്ണമായിട്ട് അവളുടെ ഉള്ളിലേക്ക് നേരെ എന്താണ് ബേൺ ചെയ്യാൻ തുടങ്ങി. ശരീരം മുഴുവൻ എന്നുള്ള മീനിങ് അവിടുത്തെ സ്റ്റഡിയിലെ അർത്ഥം മുഴുവനായിട്ട് കംപ്ലീറ്റ്ലി ബേൺസ് കംപ്ലീറ്റ്ലി എന്നർത്ഥം. കംപ്ലീറ്റ്ലി സ്റ്റഡി എന്ന വാക്കിനർത്ഥം നേരെ സ്റ്റഡി ആയിട്ട് ഇവിടുത്തെ സ്റ്റഡിയില് കംപ്ലീറ്റ്ലി അതാണ്. ഒരു ബേണിന്റെ എന്ത് മീനിങ് വരുന്നത്? രണ്ടാമത്തെ ഡ്യുവൽ മീനിങ് അടുത്ത വെച്ചു. അതാണ് ബെയറും സ്റ്റഡിയിലേക്ക് അവിടെ ആ മീനിങ് കംപ്ലീറ്റ്ലി എന്ന് പഠിച്ചാൽ മതി. സ്റ്റഡിയിലേക്ക് അവിടുത്തെ ചോദിക്കും. ഒരു പേജ് തീർന്നു, കുറെ പഠിപ്പിച്ചു. നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചു തീർക്കണം, അല്ലെങ്കിൽ പഠിപ്പിച്ച് ഞാൻ പോകും, പക്ഷെ ഡൗട്ടുകൾ തീരൂല. അതാണ് കുഴപ്പം. മീനിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അതിനുള്ള എന്തോടെ ചോദിക്കാം. എനിക്ക് ചെറിയൊരു പോർഷൻ കൂടെ പഠിപ്പിച്ചിരുന്നു എങ്കിൽ അവിടെ ഒരു ഓർഡറിൽ നിൽക്കും, എങ്കിലും അടുത്ത ദിവസം കറക്റ്റ് ആവും. അപ്പോൾ ബാക്കി കൂടെ നോക്കി നിങ്ങൾ പറഞ്ഞു നോക്കൂ. അടുത്ത നെക്സ്റ്റ് പേജിൽ ഹിസ്സിങ് സൗണ്ട്. ഹിസ്സിങ് എന്ന് വെച്ചാൽ മലയാളം പാമ്പ് ഹിസ്സിയിലെ ചീറ്റുക, ഇവരുടെ ഉള്ളിൽ കിടന്ന് ചീറ്റാൻ തുടങ്ങി എന്നർത്ഥം. ഹിസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ സെൻസ് കൊണ്ട് പഠിച്ച് അവരുടെ ഉള്ളിൽ എന്താണ് ഹിസ്സിങ് ഉണ്ടാക്കാൻ. ഹിസ്സിങ് ചീറ്റുക. അതിന്റെ മലയാളം പച്ച മലയാളം സെൻറ്റൻസിന് മലയാളം ഇങ്ങനെ വരും. ഇങ്ങനെ വരെയും അവരുടെ ഉള്ളിൽ ദേഷ്യം, ചിത്രമുള്ള ദേഷ്യം കിടന്ന് ചീറ്റുകയും എരിയുകയും മനസ്സിൽ കിടന്ന് ഇങ്ങനെ നിലവിളിക്കുകയും ഒച്ച ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക. അതാണ് ആ പാരഗ്രാഫിന്റെ അർത്ഥം. ദ ഫ്ലെയിം ദാറ്റ് ഹാഡ് ഗോൺ ഡോക്ക്, അവരുടെ ഉള്ളിലേക്ക് കടന്നിട്ട് ബേൺ സ്റ്റഡിയിലി അവരുടെ ഉള്ളു മുഴുവൻ കിടന്ന് നീറാൻ തുടങ്ങി. അതിന്റെ ഹിസിങ് ചീറ്റാൻ തുടങ്ങി. അവരുടെ മനസ്സിന്റെ ഓരോ ഇടയിലും കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. പ്രാന്ത് വന്നവർക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കൊല്ലണമായിരിക്കും എന്നുള്ള ദേഷ്യമായി. അതെ കേട്ടാ. ഒരു ചെറിയൊരു പോയിന്റ് ഉണ്ട്, അതുകൊണ്ട് പറയട്ടാ. പോയി. അപ്പൊ ഞാൻ പറഞ്ഞു അജിത്തിന്റെ ഈ സ്വഭാവം നോമിത പറയുന്നത് ഈ ലെറ്റർ പൊട്ടിച്ച് വായിക്കുക എന്ന് പറഞ്ഞ സംഭവം ഇറ്റ് ഈസ് നോട്ട് എ കാഷ്വൽ ഓവർസൈറ്റ്. ഇതൊരു കാഷ്വൽ ഓവർസൈറ്റ് അല്ല, സാധാരണ സംഭവം അഥവാ അബദ്ധത്തിൽ പറ്റിയതല്ല. ഇറ്റ് ഈസ് ഡെലിബറേറ്റ്. ഇവൻ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുന്നതാണ്. എങ്ങനെയെന്നാണ്? മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അജിത് നേച്ചർ ഈസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അജിത്തിന്റെ സ്വഭാവം ഇത് തന്നെ. എവിടെ പറഞ്ഞു എന്റെ അണ്ണന്റെ സ്വഭാവം ഇത് തന്നെ. ഇങ്ങനെ പണ്ടേ സ്വഭാവം ഉണ്ട്, എനിക്കറിയാം. അതാണ് ഉദ്ദേശിക്കുന്നത്. സംഭവം എന്തൊക്കെയായാലും ഹി ഹാസ് ഗെയിൻഡ്, അയാളാണ് നേടിയിരിക്കുന്നത് ദ പൊസഷൻ, ഉടമസ്ഥാവകാശം ഓഫ് ദ കീ ടു ദ ലെറ്റർ ബോക്സ്. ലെറ്റർ ബോക്സിന്റെ കീയുടെ ഉടമസ്ഥത അജിത്തിന്റെ കയ്യിലാണ്. അജിത്തിൻ്റെയിലാണ് ലെറ്റർ ബോക്സിന്റെ കീ ഉള്ളത്. ഫിഷിങ് ഇറ്റ്, അയാൾ അതിലൂടെ ഫിഷ് ചെയ്യുന്നു, എടുക്കുന്നു, പിടിക്കുന്നു. ത്രൂ ദ ഗ്യാപ്സ്, ആ ഗ്യാപ്പിലൂടെ, അതായത് ആ തനിക്ക് കിട്ടിയ അവസരത്തിലൂടെ അയാൾ എടുക്കുന്നു. amongst the 52 hands of this joint family. അജിത്തിന്റെ ഫാമിലി ജോയിന്റ് ഫാമിലി അല്ലേ, അതിൽ 52 കൈകളുണ്ട്. 52 കൈകളാകുമ്പോൾ 26 മെമ്പേഴ്സ്, 26 മെമ്പേഴ്സ് അല്ലേ, 52 കൈകൾ. ഈ 26 മെമ്പേഴ്സിനും എത്തുന്ന ലെറ്റേഴ്സ് എല്ലാം തന്നെ ആരാണ് എടുക്കുന്നത്? അജിത്താണ് എടുക്കുന്നത്. അജിത്തല്ലേ എടുക്കുന്നത്. ആൻഡ് whenever there is a letter with Nomina's name, ഈ ലെറ്ററുകൾ എടുക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമ്മുടെ പാവപ്പെട്ട നോമിനയുടെ പേരിൽ, അവിടെ അമ്മയുടെ കൂടുതൽ ലെറ്റർ അയക്കുന്നത്, പേരിലൊരു ലെറ്റർ വന്നാൽ എന്തെങ്കിലും അറിയുമോ? ഈ ഓപ്പൺസ് ആൻഡ് റീഡ്സ് ഇറ്റ് ഫസ്റ്റ്. ആദ്യം അത് പൊട്ടിച്ച് വായിക്കും, മനസ്സിലായ? ആൻഡ് ഓൺലി ദെൻ ഹി ഡസ് ഗീവ് ഇറ്റ് ടു ഹർ. അതിനുശേഷം മാത്രമേ ഈ പാവപ്പെട്ട പെണ്ണിന് കൊടുക്കും. പലപ്പോഴും ലെറ്റർ വന്നാൽ അപ്പോഴേ പൊട്ടിച്ച് വായിക്കും. സ്ഥിരം പരിപാടി. വേറെ ആരും ലെറ്റർ പൊട്ടിക്കില്ല, ഇവിടെ ലെറ്റർ തന്നെ പൊട്ടിച്ച് വായിക്കും അല്ലേ. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ്, എന്നിട്ട് അതിനുശേഷം മാത്രമേ അവർക്ക് കൊടുക്കൂ. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ്, ഇങ്ങനെയും സംഭവിക്കാം. സംടൈംസ് ഹി ഡസന്റ് ഗീവ് ഇറ്റ് ടു ഹർ അറ്റ് ഓൾ. ചില സമയത്ത് പൊട്ടിച്ച് വായിച്ചിട്ട് വലിച്ചൊരു ദൂരെ കളയും, ആരും കൊടുക്കൂല, കൊടുക്കൂല. അതേപോലെ സംഭവം ഇവിടെ സംഭവിച്ചത്. പൊട്ടിച്ച് വായിച്ച് വലിച്ചൊരു ദൂരെ കളഞ്ഞു. പക്ഷെ കളഞ്ഞ സ്ഥലം അവിടെ പോയി പോക്കറ്റായി പോയി. അജിത്തിന്റെ അവസ്ഥ പറ്റിയല്ലേ. അറ്റ്ലീസ്റ്റ് ദാറ്റ് ഈസ് ദ സസ്പീഷ്യൻ. അതുകൊണ്ടാണ് സത്യം പറഞ്ഞ നമുക്കൊരു സസ്പീഷ്യൻ, സംശയം. ദാറ്റ് ഹാസ് ടേക്കൺ റൂട്ട്. അവന്റെ മനസ്സിൽ ആഴത്തിൽ ഒരു സംശയം. എന്താണ് സസ്പീഷ്യൻ?
ടേക്കൺ ഡീപ്പ് റൂട്ട്. അവരുടെ മനസ്സിൽ ആഴത്തിൽ ഇങ്ങനെ സംശയം തോന്നും. നോമിതാസ് മൈൻഡ് അല്ലേ, നോമിതയുടെ മനസ്സിൽ ആഴത്തിലൊരു സംശയം, എന്തിനാ എന്റെ അമ്മ എന്നോട് ഇത് ചെയ്യുന്നു, എന്നോട് മാത്രം എന്തിനീ ക്രൂരത ചെയ്യുന്നു, എന്റെ ലെറ്റേഴ്സ് എന്തിനും ഇങ്ങനെ പൊട്ടിച്ച് വായിക്കുന്നത്, ഇങ്ങനെ ഒരു സംശയം ഇവർക്ക് തോന്നി. ആർക്ക് തോന്നി? നോമിതയ്ക്ക് തോന്നി. ഈവൻ ദോ ടു ദിസ് ഡേ, ഇത്രയും നാളുകൊണ്ട് ഒരുപാട് ലെറ്റേഴ്സ് പൊട്ടിച്ച് വായിച്ചു എന്നുള്ള സത്യം തന്നെയാണ്. എങ്കിലും ഇത്രയും നാളായിട്ടും അജിത്ത് കനോട്ട് ട്രൂത്ത്ഫുള്ളി മേക്ക്, അജിത്തിന് സത്യസന്ധമായി നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ദ ക്ലെയിം, ഒരു അവസരം അല്ലേ, ദാറ്റ് ഹാസ് ബീൻ ഏബിൾ ടു ഡിസ്കവർ എനി ലെറ്റർ, ഒരു ലെറ്റർ പോലും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇൻ ദ സ്ലൈറ്റസ്റ്റ് ഡിഗ്രി സസ്പീഷ്യസ്, സംശയം, സ്ലൈറ്റസ്റ്റ് ചെറിയ ഇത്രയും ലെറ്റർ പൊട്ടിച്ച് വായിച്ചിട്ടും നോമിതയ്ക്കെതിരായിട്ടുള്ള, നോമിതയ്ക്ക് വല്ല കാമുകന്മാരെ ലെറ്റർ അയക്കണം എന്ന് അജിത്തിന് അറിയണ്ടേ, അത് തന്നെ. അപ്പൊ നോമിതയ്ക്ക് വരുന്ന എല്ലാ ലെറ്ററും പൊട്ടിച്ച് വെച്ചിട്ടും ചെറിയ രീതിയിൽ പോലും നോമിതയെ സംശയിക്കാവുന്ന ഒരു ലെറ്റർ ഇന്നേ വരെ പൊട്ടിച്ച് കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഒരുപാട് ലെറ്റർ പൊട്ടിച്ച് വെച്ചിട്ടും ചെറിയ രീതിയിൽ പോലും നോമിതയെ സംശയിക്കാനായിട്ടുള്ള ലെറ്റർ ഇന്നേ വരെ കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെ അല്ലേ, കുറെ ലെറ്റർ പൊട്ടിച്ച് വായിച്ചിട്ടും അവളെ പറ്റി വേറെ അവർക്ക് ആരും ലെറ്റർ അയക്കുന്നില്ല. വരുന്നവർക്ക് അമ്മയുടെ ലെറ്ററാണ്, ഇങ്ങനെയായിട്ട് അമ്മയുടെ ലെറ്റർ അല്ലേ അവർക്ക് കൊടുക്കാൻ എന്നൊരു ബോധം അങ്ങനെയൊക്കില്ല അല്ലേ, അതാണ് അവന്റെ കുഴപ്പം. സ്റ്റിൽ ഇത്രയും ലെറ്റർ വായിച്ചിട്ടും ഒരു ചെറിയ സംശയം തോന്നുന്ന ലെറ്റർ പോലും ഇന്നേവരെ കിട്ടിയിട്ടില്ലെങ്കിലും ഇപ്പോഴും ഹിസ് അഗ്ലി ഹാബിറ്റ്, അയാളുടെ വൃത്തികെട്ട സ്വഭാവം. അപ്പൊ അവിടെ ചോദ്യമുണ്ട്, വാട്ട് ഈസ് ദ അഗ്ലി ഹാബിറ്റ് ഓഫ്, ആരാണ്? അജിത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടാ. വോണ്ട് ടു ഗോ, അജിത്തിന്റെ ആ വൃത്തികെട്ട സ്വഭാവം ഇന്നേ വരെയായിട്ട് മാറിപ്പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അജിത്തിന്റെ ആ ഒരു വൃത്തികെട്ട സ്വഭാവം ഇത്രയും നാളായിട്ട് ഒരു സ്ലൈറ്റസ്റ്റ് ഡിഗ്രി, ചെറുതായിട്ട് പോലും ഒരു ലെറ്റർ കണ്ടുപിടിക്കുന്നതിൽ അജിത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവർക്ക് വരുന്ന ലെറ്ററിൽ. എന്നിട്ടും അജിത്ത് എന്തുകൊണ്ട് ഈ സ്വഭാവം കൊണ്ടു നടക്കുന്നു എന്ന് നോമിതയ്ക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഓർമ്മ ചോദിക്കുക ഇത്രയും പോയിന്റുകൾ ഞാൻ കുറെ പഠിപ്പിച്ച് അത് ഇത്രയും ഭാഗം ഓർമ്മ ചോദിക്കുക. ഇത്ര ഇപ്പൊ പഠിപ്പിച്ചത് നിങ്ങൾ അവിടെ നീ പറഞ്ഞാണ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടായി ചോദിക്കുക, പെട്ടെന്ന് ചോദിക്കുക. പൊസഷൻ, ഉടമസ്ഥാവകാശം. പൊസഷൻ, ഉടമസ്ഥാവകാശം. സ്ലൈറ്റസ്റ്റ്, നേരിയ, ചെറിയ, നേരിയ ചെറിയ എന്നൊക്കെയാണ്. ചെറിയ രീതിയിലുള്ള സംശയം എന്നാണ് സ്ലൈറ്റസ്റ്റ് ഡിഗ്രി ഓഫ് സസ്പീഷൻ എന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ള സംശയത്തിന് പോലും നോമിതയുടെ ലെറ്റേഴ്സ് ഇടവരുത്തിയിട്ടില്ല. ഉണ്ടാ ഡൗട്ട് ഇല്ലെങ്കിൽ ക്ലിയർ എന്ന് പറയുക. എന്നിട്ട് എനിക്ക് രണ്ടൊന്ന് ചോദ്യം ചോദിക്കണം പെട്ടെന്ന്. ഔട്ട് അത്ര വായിച്ചു വിടാൻ എന്തിനു പാടിയിരിക്കുന്നു? പുസ്തകം ഉള്ളവരാരൊക്കെയാണ്? പുസ്തകം ഉള്ളവരൊക്കെ വായിച്ചു നോക്കി. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ കിടന്നു ക്ലിയർ ആണല്ല? ഞാൻ ചോദ്യം ചോദിക്കട്ടാ. സസ്പീഷ്യസ്, സസ്പീഷ്യസ് സംശയപൂർണമായ. ഒരു ചോദ്യം ചോദിക്കാം. വാട്ട് ഈസ് ദ അഗ്ലി ഹാബിറ്റ് ഓഫ് അജിത്? പെട്ടെന്ന് ആൻസർ പറയും. വാട്ട് ഈസ് ദ അഗ്ലി ഹാബിറ്റ് ഓഫ് അജിത്? എല്ലാവരും ആലോചിക്കണം ഇത് എങ്ങനെ എഴുതും എന്ന്. വാട്ട് ഈസ് ദ അഗ്ലി ഹാബിറ്റ് ഓഫ് അജിത്? ഒരുപാട് ഒന്ന് ആലോചിച്ചിരിക്കണം. അങ്ങ് പറഞ്ഞപ്പോൾ എന്താണ്? അല്ല ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. വാട്ട് ഈസ് ദ അഗ്ലി ഹാബിറ്റ് ഓഫ് അജിത്? എങ്ങനെ എഴുതും ആൻസർ? അജിത് ഈസ് ഓൾവേസ് ഓപ്പണിംഗ് ദ ലെറ്റേഴ്സ് ഓഫ് നോമിത without her permission. Very good answer. വന്ന് reading the letters of including her wife. അങ്ങനെ others
അതേഴ്സ് എന്ന് അവിടെ പറയാൻ പാടില്ല. കാരണം നമ്മൾ പഠിച്ചല്ലോ, എങ്ങനെ പഠിച്ച് എത്രയും ലെറ്റേഴ്സ് ഉണ്ടെങ്കിലും നോമിതയുടെ ലെറ്റേഴ്സ് മാത്രമല്ലേ എടുത്ത് പൊട്ടിച്ച് വെക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ അജിത് ഈസ് ഓൾവേസ് ഓപ്പണിംഗ് ആൻഡ് റീഡിങ് ദ ലെറ്റേഴ്സ് ഓഫ് ഹിസ് വൈഫ് നോമിത വിത്തൗട്ട് ഹെർ പെർമിഷൻ. അതാണ് പ്രശ്നം, വിത്തൗട്ട് ഹെർ പെർമിഷൻ. നമുക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ ആടെ ലെറ്റേഴ്സ് പഠിച്ച് വായിക്കാം. വി ക്യാൻ ഡു എവറിത്തിങ് വിത്ത് ദ പെർമിഷൻ ഓഫ് അതേഴ്സ്. നമുക്ക് എന്തുകൊണ്ടും ചെയ്യാം, പെർമിഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം. ബട്ട് ഹിയർ ഈസ് ദ പ്രോബ്ലം ഈസ് വിത്തൗട്ട് ഹെർ പെർമിഷൻ. അതാണ് that he would read why without her. ആദ്യം വെരി ഗുഡ്. അതാണ് ഇപ്പൊ എഴുതിയ മെസ്സേജ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ, why she becomes extremely angry while seeing the letter, അല്ലെങ്കിൽ torn letter. Why she becomes extremely angry, എന്തുകൊണ്ടാണ് അവൾ ഇത്രയും ആംഗ്രി ആവുന്നത്? while seeing the torn letter, ഈ പൊട്ടിച്ച ലെറ്റർ കാണുമ്പോൾ why she becomes extremely angry. ഒരു സെന്റൻസേ ഉള്ളൂ, അത് കറക്റ്റ് തന്നെ പറയണം. why she becomes extremely angry. ചോദ്യം, why she becomes extremely angry, എന്തുകൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇത്രയും ആംഗ്രി ആവുന്നത്? while seeing the letter, while seeing this torn letter, ഈ കീറി ലെറ്റർ.